മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുധേനേ, ഹീനാവേശ മേടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വൈഷ്ണവ സഹോദരങ്ങളെ, ഒരു ക്രിസ്മസ് കൂടി സമാഗതമാകുന്നു. കഴിഞ്ഞ 25 ദിവസങ്ങൾ അനുഷ്ഠിച്ച നോമ്പനുഷ്ഠാനത്തിലൂടെ, അതിൻ്റെ പൂർണ്ണതയിലൂടെ നമ്മുടെ കർത്താവിൻ്റെ തിരുജനനത്തെ സ്വീകരിക്കുവാൻ നാം തയ്യാറെടുത്തിരിക്കുകയാണല്ലോ. ഓരോ ക്രിസ്മസും നമുക്കൊരു വലിയ പ്രത്യാശയാണ് നൽകുന്നത്. അത് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ സന്ദേശം നൽകുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമ്മുടെ ഡെസ്റ്റിനിയെ റീസെറ്റ് ചെയ്യുന്ന ഒരു ദിവ്യ അനുഭവത്തിലേക്കാണ് നയിക്കുന്നത്. പലപ്പോഴും ഹിസ്റ്ററിയെ റീറൈറ്റ് ചെയ്യുന്ന അനുഭവം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും, ഹിസ്റ്ററിയെ റീറൈറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഡെസ്റ്റിനിയെ റീസെറ്റ് ചെയ്യുക എന്നുള്ളൊരു ദിവ്യ അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മൾ പലപ്പോഴും കാണുന്ന വിധി എന്ന് പറയുന്ന അനുഭവങ്ങൾക്കപ്പുറമായൊരു അനുഭവമുണ്ട്. നമ്മളുടെ മാനസിക നിലവാരത്തിന് ഒരു പുതുക്കമുണ്ട്. അസാധ്യമെന്ന് കരുതുന്ന പലതും ദൈവകൃപയാൽ നടക്കുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം. ഇതൊക്കെ ക്രിസ്മസിന്റെ സന്ദേശങ്ങളാണ്. കന്യകയിൽ നിന്ന് ദൈവം മനുഷ്യനായി ജാതം ചെയ്തു. കന്യകയ്ക്ക് പ്രസവിക്കുവാൻ പറ്റില്ല എന്നുള്ളത് ശാസ്ത്രീയ വശമാണ്, യുക്തിബോധത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ കന്യകയെ കൊണ്ടുപോലും പ്രസവിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവിശ്വസനീയമായ കാര്യങ്ങൾ ദൈവകൃപയാൽ സാധിക്കും. ദൈവത്തിന്റെ വചനം കാതുകൊണ്ട് കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിച്ചപ്പോൾ കന്യക ഗർഭിണിയായെങ്കിൽ, ദൈവവചനം കാതുകൊണ്ട് കേട്ട് ഒരു ആത്മീകമായ ഒരു ഗർഭധാരണത്തിന് നിങ്ങളും ഞാനും വിധേയരാകുമ്പോൾ ക്രിസ്മസിന്റെ സന്ദേശം അനുഗ്രഹമായി തീരും. അസാധ്യമായിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനായെന്ന് പറയുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു എന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾ പലപ്പോഴും നൽകുന്നത്. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ അത്രമാത്രം ബലഹീനമായിരുന്നു. മനുഷ്യന്റെ ബലഹീനതകളുടെ മുകളിലായി ആ അനുഭവത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയായിരുന്നു. എന്ന് വെച്ചാൽ, സിമ്പിളായി നാം ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് പുൽക്കൂടിൽ ഉദയം ചെയ്തു എന്ന് പറയുമ്പോൾ മനുഷ്യൻ അതുവരെയും വരച്ചു കാണിച്ചിരുന്ന, ഉയർത്തി കാണിച്ചിരുന്ന എല്ലാ സംഹിതകൾക്കും മുകളിലാണ് ആ ദിവ്യ അനുഭവം, കർത്താവിന്റെ ജന്മം എന്നുകൂടി നാം ഓർക്കണം. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലരെയും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കും. കന്യകയെ വിമർശിച്ചവരുണ്ടായിരുന്നു. അവൾ പിഴച്ചവൾ എന്ന് പറഞ്ഞവളുണ്ടായിരുന്നു. കർത്താവിന്റെ മുഖത്ത് നോക്കി പിന്നീട് നിന്റെ അമ്മ മറിയ എന്നവളല്ലേ എന്ന് പറഞ്ഞവളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വിമർശനങ്ങളുടെയും നിന്ദനങ്ങളുടെയും ഒക്കെ കാലത്ത് നമ്മൾ കാണുന്നതല്ല, നമ്മൾ കേൾക്കുന്നതല്ല, നമ്മൾ വ്യാഖ്യാനിക്കുന്നതല്ല യാഥാർത്ഥ്യം. അതിനപ്പുറമായ ചില സത്യങ്ങളുണ്ട്, ചില ദിവ്യാനുഭവം ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ക്രിസ്മസ് നമ്മൾക്ക് കാണിച്ചു തരികയാണ്. പരാജയത്തിനപ്പുറമായൊരു വിജയമുണ്ട്, ഇരുട്ടിനപ്പുറമായൊരു വെളിച്ചമുണ്ട്, ഭൗതിക നന്മകൾക്ക് അപ്പുറമായ ഒരു നിത്യനന്മയുണ്ട്. ഈ യാഥാർത്ഥ്യമൊക്കെ നാം ചിന്തിക്കണം. ഉണ്ണിയേശുവിന്റെ ജന്മം ആത്മാവിൽ തിരിച്ചറിഞ്ഞ വിദ്വാൻമാര് കിഴക്ക് നിന്നും യാത്രയാകുന്നു. അവർക്ക് വഴികാട്ടിയായി ദൈവം നിയോഗിച്ച ഒരു നക്ഷത്രമുണ്ടായിരുന്നു. ആ നക്ഷത്രത്തെ നോക്കി വിദ്വാൻമാർ ഉണ്ണി കിടന്ന സ്ഥലത്തേക്ക് യാത്രയാകുന്നു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ആകാശത്ത് ആ ഒരൊറ്റ നക്ഷത്രവും അതിന്റെ പ്രഭയും അവർക്ക് കാണുവാൻ പറ്റിയെന്ന് പറയുന്നത് ചിന്തകൾക്കപ്പുറമായൊരു ധ്യാനമാണ്. ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ വഴിക്കായിട്ട്, യാത്രയ്ക്കായിട്ട് ഒരു നക്ഷത്രത്തിന്റെ വെളിച്ചം അവർക്ക് പ്രകാശമായി വർദ്ധിച്ചു. ഇന്നും നക്ഷത്രങ്ങളുടെ കുറവല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സ്പോർട്സ് സ്റ്റാഴ്സ്, ആർട്ട് സ്റ്റാഴ്സ്, ഫിലിം സ്റ്റാഴ്സ് എല്ലാം സ്റ്റാറുകളാണ്.
പക്ഷെ വെളിച്ചമില്ലാത്ത നക്ഷത്രങ്ങളെന്ന് അഹങ്കരിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വഴികാട്ടിയാകുവാൻ നക്ഷത്രങ്ങളല്ലാത്ത, വെളിച്ചമില്ലാത്ത അനുഭവങ്ങളെ ഒന്നും മറച്ചു വെച്ചാൽ മാത്രം മതി യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രം അവിടെ രൂപപ്പെട്ടുകൊള്ളും. അതിന് വഴികാട്ടിയാകുവാൻ സാധിക്കും. അവർക്കൊരു ദിവ്യ നക്ഷത്രം ഉണ്ടായിരുന്നു. നക്ഷത്രം മുന്നിലുണ്ടായിട്ട് കൂടിയും ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ അവരെത്തപ്പെട്ടു. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ അവരെത്തപ്പെടണമെന്നുള്ളതും ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഹെറോദേസിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അവൻ ആരാണെന്നും എന്താണെന്നും ഉൾക്കൊള്ളുവാനും ആ കൊട്ടാരവും ആ പുൽത്തൊട്ടിയും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുവാനും ഒക്കെ അതവരെ സഹായിച്ചു. ഞാൻ ധ്യാനിച്ചു പോകുന്നത് പൊന്നും മൂരും കുന്തിരിക്കവുമായിട്ടാണ് വിദ്വാൻമാർ യാത്രയായത്. ഹെറോദേസ് അവരെ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, വിശ്രമിക്കാൻ അവസരം കൊടുത്തു, അവരെ ആദരിച്ചു. എന്ന് വെച്ചാൽ അവർക്കൊരു സ്ഥാനം നൽകി. പക്ഷെ അത്രയും സ്ഥാനം നൽകിയിട്ട് പോലും വിദ്വാൻമാർ തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ അനുഗ്രഹീതമായ കാഴ്ചവസ്തുക്കൾ ഹെറോദേസിന് നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അപ്പോക്രീഫൽ റൈറ്റിംഗ്സിൽ പിതാക്കന്മാർ പറയുന്നത്, ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, അതുപോലെ പ്രോട്ടോ മാത്യു, പ്രോട്ടോ ലൂക്ക് പോലെയുള്ള അപ്പോക്രീഫൽ സുവിശേഷങ്ങളിൽ പറയുന്നത് അതുകൊണ്ടാണ്. വിദ്വാൻമാർ ഭാരപ്പെട്ടു തങ്ങളുടെ കയ്യിലിരുന്ന കാഴ്ചദ്രവ്യം ഹെറോദേസിന്റെ പാദത്തിലേക്ക് അർപ്പിക്കുവാൻ ഇടയാകാതിരിക്കുവാൻ, ഒളിച്ചു വെക്കുവാൻ അവർ ഭാരപ്പെട്ടു. അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ആലക്തിക ദീപങ്ങൾ ഉണ്ടായിരുന്നു, സിംഹാസനം ഉണ്ടായിരുന്നു, രാജാതിരാജനെ പോലെ ഒരുവൻ ഇരുന്നിരുന്നു. എന്നിട്ടും തങ്ങൾ കൊണ്ടുവന്ന കാഴ്ചദ്രവ്യം അവിടെ കൊടുക്കുവാൻ അവർക്ക് തോന്നിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ തീർത്ഥവുമായി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. പക്ഷേ യാത്രയിൽ തീർത്ഥം മാത്രം നഷ്ടപ്പെട്ടു പോകുന്നു. രാജാതിരാജൻ അർപ്പിക്കുവാനുള്ള കാശുദ്രവ്യങ്ങൾ നമ്മൾ എവിടേക്കോ കൊണ്ടിടുന്നു. യുവാക്കളും യുവതികളും കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ ആത്മീയമായ ദാനങ്ങളുമായി വിളിയുമായും ഒക്കെ യാത്ര പുറപ്പെടുന്നവരാ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മളുടെ പരിജ്ഞാനം, നമ്മളുടെ ജ്ഞാനം, നമ്മളുടെ സമ്പത്ത്, ബുദ്ധി, യുക്തി, ഭാവങ്ങൾ, ആരോഗ്യം, ഇതൊക്കെ ആർക്കു വേണ്ടിയോ എവിടൊക്കെയോ വേണ്ടി നമ്മൾ ഇട്ടുകളഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ എപ്പോഴും നിങ്ങൾ ഞാനും ചിന്തിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, എൻ്റെ ദൈവമേ, നിനക്ക് വേണ്ടി കൊണ്ടുവന്ന കാഴ്ചകൾ, എന്നെ നീ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത്, അത് നിന്റെ പാദാന്തികത്തിങ്കൽ തന്നെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി അർപ്പിക്കുവാനിടയാകണം. അത് ഹെറോദേസിന്റെ കൊട്ടാരത്തിന്റെ പൊലിമയോ മാഹാത്മ്യങ്ങളോ അല്ല, അതിനപ്പുറമായൊരു ദിവ്യാനുഭവം പകർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ നിന്ന് വിദ്വാൻമാർ ഇറങ്ങിയപ്പോഴും നക്ഷത്രം അവർക്ക് മേലുണ്ടായിരുന്നു. നമ്മൾ പറയത്തില്ലയോ, ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ നമ്മൾ എവിടെങ്കിലും കയറിയാൽ ഈ മാപ്പ് മാറുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ശബ്ദിച്ചുകൊണ്ടിരിക്കും. ചില വിളികളും കാഴ്ചപ്പാടുകളും ഒക്കെ അങ്ങനെ പ്രിയമുള്ളവരെ. നമ്മളുടെ മുൻപാകെയുള്ള എല്ലാ വിളികളും കാഴ്ചപ്പാടുകളും നമ്മളെ കാത്തിരിക്കും. അതിന് റീറൂട്ടില്ല. ഭൗതികമായ ഫിസിക്കൽ ഗൂഗിൾ മാപ്പുകൾ റീറൂട്ട് നൽകും, പക്ഷെ ഇതിന് റീറൂട്ടില്ല. മറിച്ച് നമ്മളെ അവിടേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളത് അതിന്റെ ലക്ഷ്യമാണ്. അതവിടെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞു കിടന്ന ആ പുൽത്തൊട്ടിൽ അവർ ചെന്ന് ചേർന്നു. ആ പുൽത്തൊട്ടിൽ അവർ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായ യാഥാർത്ഥ്യം, ആലങ്കാരികതകളൊന്നുമില്ല, ഭൗതിക സുഖസൗകര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സുറിയാനി പൈതൃകത്തിലാണ് പറയുന്നത്, ആ ഗുഹയിൽ, ആ ഒരു ആത്മീകമായ അനുഗ്രഹീതമായ ആഡംബരങ്ങൾ ഇല്ലാതിരുന്ന ഗുഹയിൽ യേശുദമ്പുരാൻ ജനിച്ചു വീണു. മറ്റെങ്ങും അത് പറയുന്നില്ല. എന്താണെങ്കിലും അവരവിടെ ചെന്നു, അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. കാരണം കുഞ്ഞിന് ആലങ്കാരികതകളൊന്നുമില്ലാത്തതിനാൽ ശ്രദ്ധ മൊത്തവും കുഞ്ഞിലേക്ക് പതിഞ്ഞു. പൊന്നിൻ കൂടത്തിന് പൊന്നു വേണ്ടായല്ലോ, നമ്മൾ എപ്പോഴും പറയാറില്ലേ. കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് കണ്ണ് പറിക്കുവാൻ അവർക്ക് തോന്നുന്നില്ല. ശ്രദ്ധ മൊത്തം ഉണ്ണിയിലായിരുന്നു. ഇന്ന് ലോകത്തിൽ സുഖസൗകര്യങ്ങൾ ഒത്തിരിയുണ്ട്, ആഡംബരങ്ങൾ ഒത്തിരിയുണ്ട്. ഈ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ആലങ്കാരികതകളും വളരുന്നത് മൂലം, അതൊക്കെ നന്മയെ ആവരണം ചെയ്തിരിക്കുന്നത് മൂലം നന്മയെ കാണാൻ പറ്റുന്നില്ല, വിശുദ്ധിയെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ പറയത്തില്ലയോ, ശ്രദ്ധയെ വൈരുദ്ധവൽക്കരിക്കുന്ന, വിരുദ്ധതയിലേക്ക് എത്തിക്കുന്ന അനുഭവങ്ങളിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൗതികതയുടെ അലങ്കാരങ്ങളല്ല വേണ്ടത്.
ചിലപ്പോൾ ഭൗതികതയുടെ കോമാളിത്തരങ്ങൾ നമ്മളെ ദിവ്യമായ ശ്രദ്ധയിൽ നിന്ന് പിന്നോട്ടടിക്കും. നമ്മൾ അറിയാത്ത ഒരു തലമുണ്ടാകും, ഒരു ചിന്താധാര ഉണ്ടാകും. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം, അതിൽ നിന്നൊരു രൂപാന്തരം ഉണ്ടാകണം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ പലപ്പോഴും അനേകരുടെ ശ്രദ്ധയെ വ്യർത്ഥതയിലേക്ക് നയിക്കുന്നതായി മാറിയല്ലോ. എൻ്റെ നന്മയെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാതെ വന്നല്ലോ. ചാൾസ് ഡീക്കൻസിന്റെ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു സ്റ്റോറി നമുക്കൊക്കെ പരിചിതമായിരിക്കും. ആ സ്റ്റോറിക്കകത്തില് പ്രധാനമായിട്ടും എബനേസർ സ്ക്രൂജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ എബനേസർ സ്ക്രൂജ് എന്ന് പറയുന്ന വ്യക്തി വളരെ ക്രൂരനായിരുന്നു, നന്മയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവനായിരുന്നു, ഒറ്റപ്പെട്ട ജീവിതം കാംക്ഷിക്കുന്നവനായിരുന്നു. ഒരു ക്രിസ്മസ് രാത്രിയിൽ അവൻ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് സ്വപ്നം എന്ന് പറയുന്നത് 3 ആത്മാക്കളെ കാണുകയാണ്. അതായത് 3 ഈ ദർശനങ്ങളിലൂടെ വെളിവാകുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ ഗോസ്റ്റുകൾ അവരോട് പറയുന്നത് അവന്റെ ഭൂതകാലത്തെക്കുറിച്ച് അവനെ ഓർപ്പിക്കുകയാണ്. ആരും നോക്കാനില്ലായിരുന്ന ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഭൂതകാലം. ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് രണ്ടാമത്തെ ആത്മാവ് പറയുകയാണ്. ദുരിതങ്ങളും നൊമ്പരങ്ങളും അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം. മൂന്നാമത്തെ ആൾ പറയുന്നത് അവൻ മരിക്കുമ്പോൾ ഒരാൾ പോലും അവനെ കാണാനോ അവന്റെ വേർപാടിൽ കരയുവാനോ ഇല്ലാതിരിക്കുന്ന അനുഭവം. അപ്പൊ ഈ ഒരു 3 അനുഭവങ്ങൾ അവനെ ഭയപ്പെടുത്തി രൂപാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിച്ചു. അവന്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുസ്വഭാവങ്ങളും ബലഹീനതകളും മാറ്റിവെച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അവൻ തയ്യാറാകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ആവശ്യമത. ഏതിനൊക്കെ മുകളിൽ നമ്മൾ ആവരണങ്ങൾ ഇട്ടിട്ടുണ്ടോ അതൊക്കെ മാറ്റണം. എൻ്റെ ദൈവത്തോട് എന്നെ അടുപ്പിക്കുവാനുള്ള ദിവ്യ അനുഭവങ്ങൾ എന്തൊക്കെയാണോ അത് വളർത്തിയെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും വിദ്വാൻമാര് തിരിച്ചു പോയത് വളരെ സന്തോഷത്തോടാണ്. പൊന്നും മൂരും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന അല്പം പൊന്ന്, അല്പം മൂര്, അല്പം കുന്തിരിക്കം, ഇത് പ്രതീകാത്മകമായിരുന്നുവെങ്കിലും ഒത്തിരി മൂല്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു രാജശിശുവിന് സമർപ്പിക്കുവാനുള്ള ആഠ്യതയൊന്നും ആ കാഴ്ചവസ്തുക്കൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവർ സന്തോഷത്തോടെ സമർപ്പിച്ചു. കാരണം രാജശിശുവിന് ഒരു തരി പൊട്ടില്ല, അലങ്കാര വസ്തുക്കളൊന്നുമില്ല, സുഗന്ധദ്രവ്യങ്ങളൊന്നുമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു അനുഭവത്തിൽ സന്തോഷത്തോടെ അവർ സമർപ്പിച്ചു. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും പലയിടത്തും ചെല്ലുമ്പോൾ മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ട്. പലരും പറയും, ദൈവമേ, ആ ചെല്ലുന്നിടത്തെ സുഖസൗകര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്കിതൊന്നുമില്ലല്ലോ. ആ വീട്ടിലെ സൗകര്യങ്ങളില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല, വസ്ത്രങ്ങളില്ല, ആഭരണമില്ല, പണമില്ല, ബുദ്ധിയില്ല. ഞാൻ ദൈവമേ നിന്നെ ഇത്രത്തോളൊക്കെ വിളിച്ചിട്ടും എനിക്ക് നീ അതിന്റെ അനുഭവമൊന്നും തരുന്നില്ല. പ്രാർത്ഥിക്കാത്തവൻ ഒത്തിരി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പരാതിപ്പെടും. അതെ, നാഠ്യതകളുടെ ഒരു ലോകമാണ് ഇന്നത്തേത്. ഇല്ലേനും ഉണ്ടെന്ന് നടിക്കുന്നു, തങ്ങൾക്കുള്ളത് മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. നമ്മളെ കണ്ടിട്ട് പോകുന്നവർക്ക് പലപ്പോഴും പരാതിയല്ലേ പ്രിയമുള്ളവരെ, ഞങ്ങൾക്കതില്ല എന്നുള്ളൊരു പരാതി. ഇവിടെ അതല്ല. ഉണ്ണിയെ കണ്ടിട്ട് പോയവർ സന്തുഷ്ടരായിട്ട് പോയി. ദൈവമേ, ഞങ്ങൾക്കുള്ളതിന്റെ 100 പോലും ഈ ദിവ്യ ശിശുവിന് ഇല്ലാതെ പോയല്ലോ. അത് അവരുടെ മനസ്സിലൊരു നൊമ്പരമാണ്. ചിലപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇല്ലായ്മ കാണുമ്പോൾ നമുക്ക് ഓർക്കും അയ്യോ നാണക്കേടായെന്ന്. നമ്മുടെ ഇല്ലായ്മ കാണുമ്പോൾ ചിലപ്പോൾ ഉള്ളവർക്ക് പോലും ചിലപ്പോൾ മനസ്സിന് നൊമ്പരം വരും. എന്നേക്കാൾ മിടുക്കനും നന്മയുള്ളവനുമായിട്ട് പോലും അദ്ദേഹത്തിന് അത് വന്നല്ലോ. ചിലപ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥ കാണുമ്പോൾ എന്റെ നന്മയുടെ പകുതി പോലും ഇല്ലാഞ്ഞിട്ടും അവൻ അത്രയും കൊടുത്തല്ലോ. നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ദിവ്യമായിട്ടായിരിക്കണം. സമ്പത്തില്ലാത്തവന്റെ മുൻപിൽ നമ്മളുടെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ പുകഴരുത്. കുഞ്ഞുങ്ങളില്ലാത്തവരുടെ മുൻപിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മിടുക്കിനെ പറ്റി നമ്മൾ വാചാലരാകരുത്. 3 നേരം ശരിയായി കഴിക്കുവാനില്ലാത്തവരുടെ മുൻപിൽ എപ്പോഴും മതിമറന്ന് ഭക്ഷിക്കുന്ന നമ്മളുടെ ഭക്ഷണ സാധനങ്ങളുടെ രുചി കാഴ്ചകൾ, രുചിഭേദങ്ങൾ വിളമ്പരുത്. എന്നും പ്രാർത്ഥിച്ചിട്ടും യഥാർത്ഥമായി ജീവിച്ചിട്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ മുൻപിൽ പ്രാർത്ഥിക്കാതിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചത് മൂലം, എന്റെ പ്രാർത്ഥന മൂലം ദൈവം ഇതെല്ലാം തന്നു എന്ന് നമ്മൾ അഭിമാനിക്കരുത്. ഇതൊരു വലിയ ധ്യാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവ്യമായ അനുഭവമാണ്. എന്നെ നിങ്ങളെ കണ്ടിട്ട് പോകുന്നവർ പരാതിയില്ലാത്തവരായി തീരണം. എന്റെ നിങ്ങളുടെ സംസാരം കേൾക്കുന്നവർ ദൈവസ്വരം കേൾക്കുവാനിടയായി തീരണം. അതിനപ്പുറമായൊരു ധ്യാനം എന്താണ്? അതിനപ്പുറമായൊരു പ്രാർത്ഥന എന്താണ്? വിശുദ്ധ അനുഭവം എന്താണ്? വിദ്വാൻമാരുടെ തിരിച്ചുപോക്ക് അതുപോലായിരുന്നു. അവര് ചെന്ന പുൽത്തൊഴുത്തിൽ സുഗന്ധദ്രവ്യങ്ങളൊന്നും പൂശിയിട്ടില്ല. പുൽത്തൊഴുത്തായതുകൊണ്ട് കൃമികീടങ്ങളൊക്കെ കാണാം, പക്ഷെ ദുർഗന്ധം അനുഭവിച്ചില്ല.
ദിവ്യ ശിശുവിന്റെ സുഗന്ധം അവിടെ എല്ലാം വ്യാപിച്ചു. ഇന്ന് നമ്മളുടെയൊക്കെ ഭവനങ്ങൾ മനോഹരങ്ങളായി, നല്ല മുറികളായി, കാർപ്പറ്റുകളായി, ഇല്ലാത്തതൊന്നുമില്ല. എങ്കിലും ചില ദുർഗന്ധത്തിന്റെ കണികകൾ അവിടെ ഉയരുന്നുണ്ട്. സംശയത്തിന്റെ കൃമികീടങ്ങൾ ഉയർന്നു പറക്കുന്നുണ്ട്. ഈ കൃമികീടങ്ങളൊക്കെ നമ്മളുടെ സമാധാനത്തെ കളയുന്നുണ്ട്. സംശയത്തിന്റെയും അസ്വസ്ഥതകളുടെയും കൃമികീടങ്ങൾ ഉയർന്നു പറക്കുകയാണ്. നന്മകൾക്ക് തടസ്സമായിട്ട് ഒത്തിരിയുണ്ട്. എന്റെ ദൈവമേ, ആ പുൽത്തൊഴുത്തിൽ ഒരു സുഗന്ധ ധൂപം പോലും ഇല്ലാതിരുന്നിട്ടും, ഒരു ദീപം പോലും ഇല്ലാതിരുന്നിട്ടും വെളിച്ചവും സുഗന്ധവും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ കൊട്ടാരത്തിൽ എല്ലാം ഉണ്ടെങ്കിലും അവിടെ ഇപ്പോഴും ഉയരുന്നത് ദുർഗന്ധമാണ്. പ്രത്യേകിച്ച് ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ നാടകത്തിൽ പറയുന്നത് പോലെ, മൈക്ബത്ത് എന്ന ഡ്രാമയിൽ പറയുന്നത് പോലെ, മൈക്ബത്ത് തിന്മകളുടെ ആധിക്യത്തിൽ പറയുന്നു, അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശിയാലും എന്റെ കൈകളുടെ രക്തക്കറ ദുർഗന്ധം മാറത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കുകയാണ്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടെങ്കിലും സുഗന്ധമില്ല. വെളിച്ചം, ആലക്തിക ദീപങ്ങൾ ഉണ്ടെങ്കിലും വെളിച്ചമില്ല. നമ്മൾക്ക് അല്പസമയം ധ്യാനിക്കാം. ദൈവമേ, നിന്റെ ഹിതം നിറവേറണം, നീ എന്നിലൂടെ പ്രകാശിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞ ഉപമയിൽ, ഒരു സ്ത്രീയുടെ ഒരു ഭവനത്തിൽ ഒരു ഭൂതമുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂതത്തിന് തോന്നി ഇവിടം പോരാ, അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു നോക്കിയപ്പോഴുണ്ട് ആ വീട് അടിച്ചു പറക്കിയിട്ടേക്കുന്നു, വൃത്തിയാക്കിയിട്ടേക്കുന്നു. തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ അവൻ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ താമസിച്ചു. ആ സ്ത്രീയുടെ ജീവിതം കൂടുതൽ ദുരിതമായി. എന്ന് വെച്ചാല് നമ്മൾ പറയത്തില്ലയോ, ഈ ക്ലെൻലിനെസ് ഓഫ് സെയ്ത്തനും ക്ലെൻലിനെസ് ഓഫ് ഗോഡും ഉണ്ട്. ആദ്യം അവൻ ഇറങ്ങിപ്പോയപ്പോൾ അവന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ആ സ്ത്രീയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും നന്മയും ഒക്കെ പറ്റാതെ ഇറങ്ങിപ്പോയത്. പിന്നെ അവൻ നോക്കിയപ്പോൾ അടുക്കിപ്പറക്കിയിട്ടേക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവില്ലാത്ത അടുക്കിപ്പറക്കൽ, ദൈവമില്ലാത്ത അടുക്കിപ്പറക്കൽ, വിശുദ്ധിയില്ലാത്ത അലങ്കാരങ്ങൾ, ഇതൊക്കെ വന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ തന്നേക്കാൾ ദുഷ്ടതയേറിയ ആത്മാക്കളെ വിളിച്ചോണ്ട് വന്നത്. വീട് എത്ര മനോഹരമായിട്ടും അലങ്കാരങ്ങൾ എത്ര കൂടിയിട്ടും ദൈവത്തിന്റെ അനുഭവം ഉണ്ടാകണമെന്നില്ല. അവിടെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ വരണമെന്നില്ല. ഭൗതികമായ അശുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ അവിടെ കൂടുന്നത്. അതുകൊണ്ട് ഹൃദയംഗമായിട്ട് ദൈവസന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനുള്ള കാര്യം, ദൈവമേ, നിന്റെ ഒരു അച്ചടക്കം അതെന്റെ ജീവിതത്തിൽ അത്യധികമായിട്ടുണ്ടാകണം. കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്ന പ്രവചനത്തിൽ പറയുന്നത്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നാണ്. അതിൽ സമാധാന പ്രഭു എന്നുള്ള വാക്ക് പറയുന്നു. ലോകത്തിൽ പ്രഭു എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അധികാരം കൊണ്ട് പ്രഭുക്കളായവരുണ്ട്, ബുദ്ധി കൊണ്ട് പ്രഭുക്കളായവരുണ്ട്, സമ്പത്ത് കൊണ്ട് പ്രഭുക്കളായവരുണ്ട്. സമാധാനം കൊണ്ട് ആരാ പ്രിയമുള്ളവരെ പ്രഭുക്കളാകുന്നത്? കർത്താവിന് കൊടുത്തിരിക്കുന്ന നാമധേയത സമാധാന പ്രഭു. അതേ പ്രിയമുള്ളവരെ, ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ, സന്മനസ്സുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ അവൻ ഇറങ്ങി വന്നവനാണ്. അവിടെയും ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. സന്മനസ്സുള്ളവർക്കാണ് സമാധാനം, എല്ലാവർക്കുമല്ല. അതെ, ക്രിസ്തു സമാധാന പ്രഭുവായ കർത്താവിൽ നിന്ന് സമാധാനം പ്രാപിച്ച് സമാധാനം പ്രതിഫലിപ്പിക്കുവാൻ, ഉദ്ദീപിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ലോകത്തിൽ സമ്പന്നരെന്ന് വിളിക്കപ്പെടുന്നതൊക്കെ അല്ല കാര്യം. അതുകൊണ്ടാണ് മന്ത്രി എന്നുള്ള വാക്ക് വന്നിട്ട് അവന് വെറും മന്ത്രി, പ്രധാനമന്ത്രി എന്നല്ല, അത്ഭുത മന്ത്രി. അതായത് ആ അധികാരത്തിന്റെ ഒരു മിറാക്കുലസ് സ്റ്റേജ്, അതിലേക്ക് ഉയരണം. എനിക്കും നിങ്ങൾക്കും അധികാരങ്ങൾ ഉണ്ടെങ്കിലും പദവികൾ ഉണ്ടെങ്കിലും അതൊരു ദൈവികമായ സദസ്സിലേക്ക് വരണം, തലത്തിലേക്ക് വരണം. ദൈവത്തെ നമ്മൾ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അവന് വീരനാം ദൈവം, എന്നിൽ വീരത്വം പ്രവർത്തിക്കുന്ന നിങ്ങളും ഞാനും അറിയാത്ത വീരത്വം. അതിന്റെ ഒറിജിനൽ വാക്കെന്ന് പറയുന്നത്